ഞാൻ എങ്ങനെയാണ് എൻ്റെ എമർജൻസി ഫണ്ട് മാനേജ് ചെയ്യുന്നതെന്നും അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ എങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിച്ച് വെക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഫിനാൻസ് അപ്രോച്ചിലെ ഒരു പ്രധാനപ്പെട്ട ഗോളാണ് എമർജൻസി ഫണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല വശങ്ങൾ നിങ്ങൾക്ക് സ്വാംശീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാനും സാധിക്കും. എൻ്റെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ പ്രതിപാദിക്കുന്ന 5 വീഡിയോകൾ അടങ്ങുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനൊരു വീഡിയോ സീരീസ് ചെയ്യാറുണ്ട്. ഇതുവഴി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയുന്നതിന് പുറമെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നേക്കാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആ കോർപ്പസിനെ പറയുന്നതാണ് എമർജൻസി ഫണ്ട് കോർപ്പസ് എന്ന് പറയുക. എൻ്റെ എമർജൻസി ഫണ്ട് കോർപ്പസ് ഞാൻ മാനേജ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലൂടെയും റിക്കറിംഗ് ഡെപ്പോസിറ്റുകളിലൂടെയാണ്. സാധാരണഗതിയിൽ ആളുകൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ചെറിയ തരം ബോണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിക്കറിംഗ് ഡെപ്പോസിറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് മാനേജ് ചെയ്യേണ്ടത്. അതോടൊപ്പം കുറച്ച് എമൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും കൂടെ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി, ഞാൻ എമർജൻസി ഫണ്ട് മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകളും അതുപോലെ ഒരു സെറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മെയിലിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. എങ്കിലും ക്വിക്കായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം, 30 ദിവസം, 91 ദിവസം, 181 ദിവസം, ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഡ്യൂറേഷനുകളിലുള്ള കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുക എന്നുള്ളതാണ് എമർജൻസി ഫണ്ട് പ്ലാനിങ്ങിനായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്. അങ്ങനെ പല ഡ്യൂറേഷനിൽ എന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പല ഡ്യൂറേഷനിലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ നഷ്ടമില്ലാതെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തേക്കുള്ള ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ. പക്ഷേ 7 ദിവസം കഴിയുമ്പോഴും അത് അതിൻ്റെ പ്രിൻസിപ്പലിനോട് കൂടി അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടി വീണ്ടും അത് റിന്യൂ ആവും. ഈ തിങ്കളാഴ്ച ഇട്ട 7 ദിവസത്തിൻ്റെ FD അടുത്ത തിങ്കളാഴ്ച പലിശയോടുകൂടി പുതുക്കുകയും പിന്നത്തെ തിങ്കളാഴ്ച വരെ ഇൻവെസ്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് മെച്ചുർ ആവുന്ന ഒരു FD ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു പണം ആ FD പൊട്ടിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു ഓവറോൾ എമർജൻസി ഫണ്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ആഴ്ച കൂടുമ്പോഴും ഈ 1 ലക്ഷം, 1,100,000 അല്ലെങ്കിൽ 1,150,000, 1,200,000 അങ്ങനെ കൂടി ഒരു എമൗണ്ട് ആയിട്ട് പോകും. പക്ഷെ അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് ആവശ്യം വരുന്ന ഒരു പൈസ നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് വലിയ ഫൈൻ ഇല്ലാതെ നമുക്ക് തിരികെ കിട്ടും. എന്താണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിക്കുമ്പോഴുള്ള ഫൈൻ? നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത കാലാവധിയിൽ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചേരുന്നത്. അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചേരുമ്പോൾ ആ നിശ്ചിത കാലാവധി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ പലിശ നമുക്ക് തരാൻ ബാങ്ക് ബാധ്യസ്ഥരല്ല. ഇപ്പോൾ 7% പലിശ തരുമെന്ന് പറഞ്ഞ് 1 വർഷത്തേക്ക് ഇട്ട ഡെപ്പോസിറ്റ് നമ്മൾ 1 മാസം കഴിഞ്ഞ് പിൻവലിക്കുമ്പോൾ നമുക്ക് 7% കിട്ടില്ല. അതിന് പകരമായിട്ട് ചിലപ്പോൾ 4%, 3% കിട്ടും. അതിൽ നിന്ന് 1% ഫൈനും കൂടെ കുറച്ചിട്ട് 3 - 1 2% പലിശയായിരിക്കും നമുക്ക് ആ 1 മാസത്തേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഫൈൻ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് എല്ലാ FDകളും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. നമുക്ക് മൊത്തത്തിൽ അതൊരു നഷ്ടക്കച്ചവടം ആവും എന്നുള്ളതുകൊണ്ട് ഈ 7 ദിവസത്തെ FD ആദ്യം ഇടും, 30 ദിവസത്തെ FD, 90 ദിവസത്തെ FD, അതുപോലെ 181 ദിവസത്തെ FD എന്ന് പറഞ്ഞ് 4 തരത്തിലുള്ള FDകൾ ഇടും. അങ്ങനെ ചെയ്യുമ്പോൾ പല FDകളും പല സമയത്ത് മെച്യൂർ ആവുകയും നമുക്ക് മെച്യൂരിറ്റിയോട് അടുത്ത അല്ലെങ്കിൽ മെച്യൂരിറ്റി ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള FD പിൻവലിക്കുമ്പോൾ നമുക്ക് വലിയ ഫൈൻ ഇല്ലാതെ എന്നാൽ തെറ്റില്ലാത്തൊരു ആവറേജ് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ FDകൾ ലാഡർ ചെയ്യുക. ഇതിനെ FD ലാഡറിങ് എന്നാണ് പറയുക. ഈ FDകൾ ലാഡർ ചെയ്യുന്ന വഴി ഞാൻ ചെയ്യുന്നത്. അതേപോലെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കുന്നതിനായിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ ഫാമിലി പോർട്ട്ഫോളിയോയിൽ നിന്ന് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ വളരുന്നതിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഇൻട്രസ്റ്റിൽ ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ ഒരു
കൂടിയ നേട്ടം ഒരു ദീർഘകാലത്തേക്ക് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റുമാണ് എൻ്റെ എമർജൻസി കോർപ്പസ് മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കും, ഞാൻ എന്തുകൊണ്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടും ചെയ്യുന്നില്ല എന്ന്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിനും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനും ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റോ തരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് അടുത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടും തരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്പെസിഫിക് കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി പോർട്ട്ഫോളിയോയിലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളുടെ പേരിലാണ് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് നമ്മൾക്ക് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിനെയും ഫിക്സഡ് ഡെപ്പോസിറ്റിനെയും അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. നമ്മളുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടോ തരുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും തരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ RDയും FDയും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളോ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2023 ഏപ്രിൽ 1 നിലവിൽ വന്നിട്ടുള്ള പുതിയ നിയമം അനുസരിച്ച് RDകളും FDകളും എങ്ങനെയാണോ ടാക്സ് ചെയ്യപ്പെട്ടത് അതേപോലെ തന്നെയാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും ടാക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുൻപ് അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ മാർച്ച് 31 വരെ ഉണ്ടായിരുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾക്കും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റുകളും RDയും എങ്ങനെ ടാക്സ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടും ടാക്സ് ചെയ്യപ്പെടുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലാഡർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 വർഷത്തെ RD, 3 വർഷത്തെ RD, 5 വർഷത്തെ RD അങ്ങനെ പറഞ്ഞ് 3 തട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിനും കാരണം ഇതാണ്, നമുക്ക് ഇടയ്ക്ക് വെച്ച് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ലാതെ 1 2 മാത്രം പിൻവലിച്ചുകൊണ്ട് ബാക്കി വരുന്ന RDക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് അത് നമ്മളെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇതുകൂടാതെ ഫാമിലി സേവിങ്സ് ഈ ട്രഷറികളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഉണ്ട്. അത് വളരെ കുറഞ്ഞൊരു പ്രപ്പോർഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിലും നമുക്കൊരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ അതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പല സ്ഥലങ്ങളിൽ പല കാലാവധിയിൽ പല ഡെപ്പോസിറ്റുകളായിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പല സ്ഥലങ്ങളിലാവുമ്പോൾ എന്താണ്, ആ ഒരു സ്ഥലത്തുണ്ടാവുന്ന റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ എൻ്റെ എല്ലാ പൈസയും കൊണ്ട് ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് ബാങ്ക് തകർന്നു പോയാൽ എൻ്റെ പൈസയെല്ലാം ബ്ലോക്കായി. അതേപോലെ ഞാൻ എല്ലാ പൈസയും കൊണ്ട് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലിട്ടു, ആ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് അത്ര പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് കാര്യമായിട്ടുള്ള തകരാറുണ്ടാവും. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പല കാലാവധിയിൽ പല ഡെപ്പോസിറ്റുകളായി നിക്ഷേപിക്കുന്നത് കൊണ്ട് ഒരു ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ, ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ, വലിയ നഷ്ടസാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയാണ് ഇത് തുറന്നു തരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന 2 ഓപ്ഷനുകളും വിൻഡ് വെൽത്തിന്റെ ബോണ്ടുകളും ട്രേഡ് ക്രെഡിന്റെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോമും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിൻഡ് വെൽത്തിന്റെ ബോണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് നമ്മൾ കടം കൊടുക്കുന്ന പരിപാടിയാണ് ഈ വിൻഡ് വെൽത്തിന്റെ ബോണ്ടുകൾ വഴി ചെയ്യുന്നത്. അതേപോലെ ഈ ട്രേഡ് ക്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി അതിന് വലിയ മറ്റൊരു കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള പൈസയ്ക്ക് കിട്ടിയ ഇൻവോയ്സ് നമ്മൾക്ക് കടമായിട്ട് തന്നിട്ട് നമ്മൾ ആ പൈസ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് തരുന്ന ഒരു പരിപാടിയാണ്. ഈ 2 കാര്യങ്ങളും 10 മുതൽ 13% വരെ ആവറേജ് റിട്ടേൺ തരുന്നുണ്ട്. ചെറിയൊരു റിസ്ക് ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ചെറിയ കാലത്തേക്ക് താരതമ്യേന വലിയ റിട്ടേൺ അത്യാവശ്യം കുറഞ്ഞ റിസ്കോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട്. എമർജൻസി ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പൈസ നമ്മൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഈ പൈസ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്കും എമർജൻസി ഫണ്ട് മാനേജ്മെന്റിനുമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നും സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, അത് ബാങ്കിൽ, അതുപോലെ ട്രഷറിയിലെ നിക്ഷേപം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപം, അതുപോലെ ട്രേഡ് ക്രെഡിൽ നിക്ഷേപം, വിൻഡ് വെൽത്തിലെ ബോണ്ടുകൾ, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്.
ഈ വീഡിയോ സീരീസിലെ 2 പാർട്ട് കൂടെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മറ്റുള്ള ഗോളുകൾ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുത്തോളൂ. റുപ്പി മംഗ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.